കുമ്പനാട് ടൗണിൽ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ് നിബുചാൻ. അപ്പൻ തുടങ്ങിയ ഒരു പലചരക്ക് കട മരണശേഷം നിബുചാൻ നവീകരിച്ച് ഒരു സൂപ്പർ മാർക്കറ്റാക്കി. അപ്പന്റെ കാലം മുതലുള്ള സ്ഥിരം കസ്റ്റമേഴ്സും. നിബുചാന്റെ പെരുമാറ്റം കാരണം ആവശ്യത്തിൽ കൂടുതൽ തിരക്കുണ്ട് നിബുചാന്റെ കടയിൽ. തിരക്കുള്ളതുകൊണ്ട് തന്നെ 8 മാസം മുന്നേ കടയിൽ ജോലിക്കായി കയറിയ ഒരു ബംഗാൾ സ്വദേശി നിബുചാനെ സഹായിക്കാൻ കടയിലുണ്ട്. പേര് അമീഷ് മുന്ന. അമീഷ് കടയിൽ ജോലിക്ക് കയറിയതിനൊരു കഥയുണ്ട്. 9 മാസം മുന്നേ നിബുചാന്റെ അമ്മ ഗ്രേസിക്കുട്ടി അമ്മാമ്മ ക്യാൻസർ ബാധിച്ച് ആശുപത്രിയിലായപ്പോൾ അത്യാവശ്യം ബ്ലഡ് വേണ്ടി വന്നു. റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ കിട്ടാൻ നല്ല പ്രയാസമായിരുന്നു. അങ്ങനെ നിബുചാന്റെ ഒരു കൂട്ടുകാരൻ വഴി ബ്ലഡ് കൊടുക്കാൻ വന്നതായിരുന്നു അമീഷ്. ബ്ലഡ് കൊടുത്ത് തിരിച്ചു പോകവേ നിബുചാൻ കുറച്ച് പൈസ അമീഷിന് കൊടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അമീഷ് അത് വാങ്ങിച്ചില്ല. എന്നാ സേട്ടാ ഇത്, പൈസ വേണ്ട, ഒരു ഹെൽപ്പ് ചെയ്യുമോ സേട്ടാ? मेरा ജോലി പോയി സേട്ടാ. क्या आप मेरे लिए कोई नौकरी देकर सकते हैं? मेरी पत्नी और बच्चा यहाँ है. അങ്ങനെ നിബുചാൻ അമീഷിനെ കൂടെ കൂട്ടി. നാളെ ഇതുവരെ അമീഷ് കടയിൽ ആത്മാർത്ഥമായി ജോലി ചെയ്തു വരുന്നു. പ്രായമുള്ളവരുടെ വീട്ടിൽ ആവശ്യമായ വീട്ടു സാധനങ്ങൾ കടയിൽ നിന്നും എത്തിച്ചു കൊടുക്കുന്ന ഹോം ഡെലിവറി അമീഷാണ് ചെയ്യുന്നത്. മാത്യു ചായന്റെയും കുഞ്ഞോളമാമയുടെയും വീട്ടിൽ സ്ഥിരം സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നത് അമീഷാണ്. മാത്യു ചായനും കുഞ്ഞോളമാമയും ഗവൺമെന്റ് ജോലിക്കാരായിരുന്നു. ഇപ്പോൾ റിട്ടയർ ആയി നാട്ടിൽ തന്നെ ജീവിക്കുന്നു. ഉള്ള ഒരു മകൻ കുടുംബമായി ബാംഗ്ലൂരാണ്. മകൻ മാത്യു ചായനും കുഞ്ഞോളമാമയുമായി അത്ര അടുപ്പത്തിലല്ല. തന്റെ വീട്ടിൽ സഹായിക്കാൻ വരുന്ന ലളിതയുടെ മോളുടെ കല്യാണത്തിന് കൊടുക്കാൻ കുഞ്ഞുമോളമാമ കമ്മ്യൂട്ടർ പെൻഷൻ വഴി ലഭിച്ച പൈസ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ തലേ ദിവസം ലഭിച്ച മാത്യു ചായന്റെ ഓർഡർ പ്രകാരം അതിരാവിലെ തന്നെ അമീഷ് സാധനങ്ങൾ എടുത്ത് മാത്യു ചായന്റെ വീട്ടിലേക്ക് തിരിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞ് നിബുചാൻ ഒരു കോൾ വന്നു. നിബു ആണോ ഇത്? അതെ, ഇത് കുമ്പനാട് പോലീസ് സ്റ്റേഷനാണ് വിളിക്കുന്നത്. നിങ്ങൾക്കൊരു മാത്യുവിനെ കുഞ്ഞുമോളെ അറിയാമോ? അറിയാം, എന്റെ കടയിലെ കസ്റ്റമേഴ്സ് ആണ് സാർ. അവർ രണ്ടുപേരും ഇന്ന് രാവിലെ മരണപ്പെട്ടു. ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. ഇന്ന് രാവിലെ അവരുടെ വീട്ടിൽ അവസാനമായി വന്നു കണ്ടത് നിങ്ങളുടെ കടയിൽ നിന്ന് വന്ന ബംഗാൾ പയ്യൻ എന്ന അടുത്തുള്ള വീട്ടുകാർ പറയുന്നുണ്ട്. അവൻ എങ്ങനെ ഉണ്ടോ? അവൻ വിശ്വസ്തനാണ് സാറേ, നല്ല അധ്വാനിയാണ്. അവൻ കാരണം എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവന്റെ കുടുംബത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു സാറേ. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അപ്പോൾ അവനെ കൊണ്ട് താൻ ഇങ്ങോട്ട് വന്നേക്കണം. ശരി സാറേ. നിബുചാൻ ഉടനെ തന്നെ അമീഷിനെ വിളിച്ചു. പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ്. ഇത് നിബുചാന്റെ ഭാര്യയും മക്കളും അറിഞ്ഞു. അവരും അമീഷിനെ സംശയിച്ച് തന്നെ സംസാരിച്ചു. എന്നിട്ട് നിബുചാൻ അമീഷിനിലുള്ള വിശ്വാസം കളഞ്ഞില്ല. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞ് ഒരു അൺനോൺ നമ്പറിൽ നിന്നും ഒരു കോൾ നിബുചാന് വന്നു. അത് അമീഷായിരുന്നു. ഡെലിവറി കൊടുത്തു വരുന്ന വഴിക്ക് തന്റെ മകൾക്ക് ആക്സിഡന്റ് പറ്റി, കുറച്ച് സീരിയസ് ആണ് എന്ന് ഭാര്യ പറഞ്ഞറിഞ്ഞ വെപ്രാളത്തിൽ തന്റെ ഫോൺ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയി. ഉടനെ ആശുപത്രിയിലെത്തി. അത്യാവശ്യം ബ്ലഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വേറൊരു രോഗിക്ക് രക്തം കൊടുക്കാൻ വന്ന ഒരാൾ രോഗിക്ക് രക്തം കിട്ടിയത് കൊണ്ട് തന്നെ തന്റെ മകൾക്ക് രക്തം കൊടുക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞ് അമീഷ് ഫോണിൽ കരഞ്ഞുകൊണ്ട് നിബുചാനോട് സംസാരിച്ചു. നിനക്ക് പൈസ വല്ലതും വേണം? വേണ്ട സേട്ടാ, എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്നൊരു ലീവ് എടുത്തോട്ടെ സേട്ടാ. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞ് നിബുചാൻ ഫോൺ കട്ട് ചെയ്തു. തന്റെ മനസ്സ് പറഞ്ഞത് കേട്ടത് നന്നായി എന്ന് ശരിവെക്കുന്ന ഒരു കോളായിരുന്നു നിബുചാൻ അത്. പിന്നീട് കേസിൽ ബാംഗ്ലൂരിലുള്ള സ്വന്തം മകൻ തന്റെ ബിസിനസ് തകർന്ന് പെൻഷൻ പൈസയുടെ കാര്യം അറിഞ്ഞു വന്നു. എന്നാൽ അത് കിട്ടില്ലെന്നറിഞ്ഞ് മാത്യു ചായനെയും കുഞ്ഞോളമാമയും കൊലപ്പെടുത്തി എന്ന് ലോകമറിഞ്ഞു. ഏത് ബന്ധത്തിലും വിശ്വസ്തത ഒരു അവിഭാജിക ഘടകമാണ്. ഇങ്ങനെ തന്നെ നിലകൊള്ളുന്ന ഒരു ടീമാണ് വീഡ്രോപ്യൂ. നിങ്ങളുടെ യാത്രകളിൽ വിശ്വസ്തരായ ഡ്രൈവേഴ്സിനെ നൽകാനായി നിലകൊള്ളുന്നു വീഡ്രോപ്യൂ. ഇങ്ങനൊരു ആവശ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. ബന്ധങ്ങളുടെ കെട്ടുറപ്പിന് വിശ്വസ്തത ഒരു നിർണായക ഘടകമാണ്. ബന്ധത്തിന്റെ ആഴം ബാക്കിയെല്ലാം പറയും. വീഡ്രോപ്യൂ, where real companionship begins. Hasta la vista.